സർ, ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടും എന്തുകൊണ്ടാണ് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോപ്പായി ഫെയിൽ ആയിട്ടുള്ള ആളുകൾ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ടറിലേക്ക് കടന്നു വരാത്തത് എന്തുകൊണ്ടായിരിക്കും? യഥാർത്ഥത്തിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മെറിറ്റ് കുറഞ്ഞ ആളുകൾക്ക് ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അതായത് +2 55% മാർക്കുള്ള ആളുകൾക്ക്, ഡിഗ്രി ജയിച്ചവർക്ക്, അതായത് ജസ്റ്റ് ജയിച്ചവർക്ക്, ഡിഗ്രി തോറ്റവർക്ക്, ഡ്രോപ്പ് ആയവർക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം വഴി അവരുടെ ജീവിതത്തെ ഏറ്റവും ഉയരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഭിന്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ ഇതിനെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, 3 വർഷം പഠിച്ചു, ഇനിയും +2 ബേസിക് ക്വാളിഫിക്കേഷനിലൊരു പ്രോഗ്രാമിൽ പോയി ഇനിയും 3 വർഷം കൂടി പഠിച്ച് ആ പഠനത്തിന് മുമ്പേ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് എങ്ങനെയാണ് ഇനി ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് ബഹുഭൂരിപക്ഷം ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളും ഈ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡിഗ്രി ജസ്റ്റ് പാസ്സായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥി, ഡ്രോപ്പായൊരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ഫെയിലായ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി അല്ലാതെ മറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളൊക്കെ ചെയ്ത വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്? എന്ത് ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി സാധിക്കുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ ഒരു പഠനമായി കണക്കാക്കരുത്. കാരണം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം കേവലമായ ഒരു പഠനമല്ല, അതൊരു ജോബ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നൊരു കർത്തവ്യം 8 മാസക്കാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ജർമ്മനിയിലെത്തിയാൽ വീണ്ടും പഠിക്കുക എന്നതിലുപരി ഒരു ജോബ് ട്രെയിനിങ്ങിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിനാണ് നിങ്ങൾക്ക് പ്രതിമാസം 1.5 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. ആ ട്രെയിനിങ് കഴിഞ്ഞ് അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ മേഖലയിൽ തന്നെ ഉയർന്ന ശമ്പളമുള്ള ജോലിയാണ് നിങ്ങൾക്ക് അഷ്വേർഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യുന്നൊരു വിദ്യാർത്ഥി ആ മേഖലയിലുള്ള ജോബ് ട്രെയിനിങ് കഴിഞ്ഞ് ഏറ്റവും ഉയർന്ന ഹോട്ടലിൽ ഏറ്റവും ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി ചെയ്യാൻ പ്രാപ്തമാകുന്ന പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ ഏത് മേഖലയിലും വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള കരിയർ ആളുകൾക്ക് ബിൽഡ് ചെയ്യാനും അവരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രി പഠിച്ചോന്നോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടി 3 വർഷം ചിലവാക്കിയെന്നോ അല്ല ഡിഗ്രി പാസ്സായെന്നോ എന്നൊന്നും ചിന്തിക്കാതെ ഈ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികൾ വരികയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരാൾ കൊച്ചിയിലേക്ക് പോകാൻ 2 മാർഗ്ഗമുണ്ടെന്ന് വിചാരിക്കുക. കോഴിക്കോട് നിന്ന് അത് തീരദേശ ഹൈവേയിൽ കൂടി പോകാം, അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ കൂടി പോകാം. ഒരാൾ തീരദേശ ഹൈവേയിൽ കൂടി പോകാൻ തിരഞ്ഞെടുത്തു, പകുതി വഴി എത്തിയെന്ന് വിചാരിക്കുക. അവിടെ എത്തുമ്പോൾ റോഡ് ഡെഡാണ്, അടഞ്ഞതാണ് എന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് നമ്മുടെ ഡിഗ്രി ജസ്റ്റ് പാസ്സായതായിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി തോറ്റതായിട്ടോ ഡ്രോപ്പ് ആയതായിട്ടോ സങ്കല്പിക്കുക. അതായത് അവിടെ കൊണ്ട് നമ്മുടെ വഴി അടഞ്ഞു, നമ്മുടെ കരിയർ അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറി. നിങ്ങൾക്ക് ഇനിയും കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് യു ടേൺ എടുത്ത് തിരിച്ചു വന്ന് നാഷണൽ ഹൈവേ കൂടി പോയാലാണ് നിങ്ങൾക്ക് കൊച്ചിയിലെത്താൻ സാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട വൈസായിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി യു ടേൺ എടുത്ത് നാഷണൽ ഹൈവേയിൽ വന്ന് വളരെ വേഗം കൊച്ചിയിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം ഞാൻ പകുതി വഴി വരെ വന്നു, ഈ റോഡിൻ്റെ പ്രതിബന്ധമെല്ലാം എന്തെങ്കിലും കാലത്ത് തീരും എന്ന് വിചാരിച്ച് അവിടെ കാത്തിരുന്നാൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഇല്ലാതെയാവും. അപ്പം നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഈ ചിന്താഗതി മാറ്റുകയും നിങ്ങൾ 3 വർഷം പഠിച്ചു എന്ന കാര്യം മറക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായാൽ ഏറ്റവും വലിയ ഉയർന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. സാർ, ഈ ഡിഗ്രി കഴിഞ്ഞ് അല്ലെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് അല്ലെ പാസ്സായിട്ടോ ഫെയിലായിട്ടോ വരുന്ന ആളുകൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സാകാനായിട്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ ഒരു +2കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ? തീർച്ചയായിട്ടും. +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 17 വയസ്സ്. ആ പ്രായത്തിൽ ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു മച്യൂരിറ്റി ഉണ്ടാവുന്നില്ല. എത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്ന് പറയുമെങ്കിലും അവരെ ഒരു പക്ഷേ കാര്യങ്ങളെല്ലാം വളരെ ലാഘവബുദ്ധിയോടുകൂടിയായിരിക്കാം പലപ്പോഴും എടുക്കുന്നത്. അതേസമയം ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥി, ഒരു പക്ഷേ ഡിഗ്രി
ജസ്റ്റ് പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി ഡ്രോപ്പായി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ വരുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് തിരിച്ചറിയുമ്പോൾ അവരതിനു വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടാനും ഹാർഡ് വർക്ക് ചെയ്യാനും ഒന്നാമത്തെ ചാൻസിൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. എഡ്യൂഫ്ലെയർ ഡിഗ്രി കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒന്നാമത്തെ അവസരത്തിൽ തന്നെ 4 മൊഡ്യൂളും പാസ്സായിട്ടുണ്ട്. അപൂർവം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് 2 പ്രാവശ്യമൊക്കെ പരീക്ഷ എഴുതി ജർമ്മനിയിലേക്ക് പാസ്സായി പോയിട്ടുള്ളത്. അപ്പം ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ് കുറച്ചുകൂടി ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പഠനത്തിൽ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ച് പാസ്സായി ജർമ്മനിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. ഈ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ, ഇപ്പം ചില ആളുകളൊക്കെ മിക്കവാറും ആളുകൾ ഒരു ചെറിയ 15,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 20,000 രൂപയ്ക്കൊക്കെ ഒരു ജോലിക്കൊക്കെ അവർ കയറിയിട്ടുണ്ടാവും. അപ്പം അവർ ചിന്തിക്കുന്നത് ശരിയാ, ജർമ്മനി പോവാം, ആ ജോലിയുടെ കൂടെ ഒരു സൈഡ് ഹസിലായിട്ട് ഓൺലൈനായിട്ടൊക്കെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഹൗസ് ബിൽഡിംഗ് പർസ്യൂ ചെയ്യാം എന്നൊരു തീരുമാനം അവർ എടുക്കുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണോ തെറ്റായിട്ടൊരു തീരുമാനമാണോ? അത് തീർച്ചയായും തെറ്റായൊരു തീരുമാനമാണ്. കാരണം ജർമ്മനിയിൽ പോകണമെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകണമെങ്കിൽ. ആ ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഫുൾ ടൈം പ്രോഗ്രാമായി നിങ്ങൾ ഓഫ്ലൈനായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു പല പരിപാടികളുടെ ഇടയിൽ ഒരു പരിപാടിയായി ഓൺലൈനായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പ്ലാൻ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനോ പാസ്സാവാനോ സാധിക്കില്ല. നിങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ വൺസ് ജർമ്മനിയിൽ പോകുക എന്നൊരു സ്വപ്നം കാണുകയും നിങ്ങളുടെ തീരുമാനം അതിലേക്ക് ഉറപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് ഓഫ്ലൈനായി നിങ്ങളെ പാസ്സാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയും ഓഫ്ലൈനായി മറ്റ് വിദ്യാർത്ഥികളുടെ ഒപ്പം അധ്യാപകരിൽ നിന്ന് നേരിട്ട് പഠിച്ച് മനസ്സിലാക്കി ഒരു ഫുൾ ടൈം പ്രോഗ്രാമായിട്ട് അതിനെ എടുത്ത് 8 മാസക്കാലം ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒറ്റയൊരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇവർക്ക് എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയകളുണ്ടോ? ഇപ്പോൾ ഞാൻ പ്രായമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. ഡിഗ്രി ഡിപ്ലോമ ആളുകൾക്ക്, ഇപ്പോൾ തോറ്റവരാണെങ്കിലും പാസ്സായവരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഏജ് റെസ്ട്രിക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ടോ? എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ തയ്യാറായിരുന്ന വിദ്യാർത്ഥികളുടെ ഏജ് ലിമിറ്റ് 23 വയസ്സായി നമ്മൾ നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരാനുള്ള പ്രായമാണ് 23 വയസ്സെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 23 വയസ്സിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ പഠനശേഷം എക്സാം എഴുതി ക്രാക്ക് ചെയ്യാൻ അവർക്ക് മാക്സിമം പോയാൽ 2 വർഷം സമയം എടുക്കും എന്ന് പരിഗണിച്ച് 25-ാമത്തെ വയസ്സിലെങ്കിലും അവർക്ക് ജർമ്മനിയിൽ എത്തണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ 23 വയസ്സെന്നുള്ളൊരു നിബന്ധന ഈ കാര്യത്തിൽ വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ഏജ് നിബന്ധനയൊന്നുമില്ല. പക്ഷേ എഡ്യൂഫ്ലെയർ എല്ലാവർക്കും വിസ കിട്ടുന്നതിന് വേണ്ടിയും 100% വിസ സക്സസ് റേറ്റ് ഉണ്ടാകുന്നതിനും വേണ്ടിയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു നിബന്ധനയാണ് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ള ആളുകൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചേരണമെന്ന ഒരു കാര്യം. സർ, ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കും ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓപ്പൺ ആയത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിട്ടുണ്ട് പഠിച്ച് പാസ്സായി ജർമ്മനി പോകാൻ വേണ്ടി? ഡിപ്ലോമയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഡ്യൂഫ്ലെയർ വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവർ മറ്റ് വിദ്യാർത്ഥികളെക്കാളും കുറേ കൂടി സീരിയസ് ആയി പഠനത്തോടെ അപ്രോച്ച് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഠിക്കാൻ താല്പര്യമായിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകാനും എഡ്യൂഫ്ലെയറിന് സാധിക്കും. നമുക്കറിയാം, നമുക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസ് റൂമുകളുണ്ട്, ഏറ്റവും ഉയർന്ന നിലവാരമുള്ള അധ്യാപകരുണ്ട്, ഏറ്റവും പാസിംഗ് റേറ്റുള്ള കരിക്കുലവും സിലബസും ഉപയോഗിച്ചാണ് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെല്ലാം ശനിയാഴ്ചയും നമ്മൾ എക്സാമുകൾ കൊടുക്കുന്നുണ്ട്. അവരെ കോഴ്സ് കഴിഞ്ഞാൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ അവർക്ക് നൽകുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ തോറ്റുപോയാൽ വീണ്ടും ജയിക്കുന്നത് വരെ അവരെ നമ്മൾ സൗജന്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ അർത്ഥത്തിലും എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരുന്നൊരു വിദ്യാർത്ഥിക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി ജർമ്മനിയിൽ പോകാൻ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജിൻ്റെ സപ്പോർട്ടും അവരെ പ്രോസസ്സിങ്ങിൻ്റെ സപ്പോർട്ടും എഡ്യൂഫ്ലെയർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യുന്ന ജർമ്മൻ എംപ്ലോയേഴ്സുണ്ട്. അവരിലേക്ക് പോകാനും ഏറ്റവും നല്ല പ്ലേസിലേക്കും എംപ്ലോയറിലേക്കും
ഏറ്റവും നല്ല സ്ഥാപനത്തിലേക്കും ഏറ്റവും കൂടുതൽ സ്റ്റൈപ്പൻഡ് വാങ്ങി പോകാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.